ഹലോ ഗൈസ്, അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഏർലി മോർണിംഗ് വീട്ടിലെത്തിയപ്പോൾ ആദ്യം എനിക്ക് കഴിക്കാൻ തോന്നിയത് സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഹൽവയും ജിലേബിയും ലഡുവും ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സിൽ നിന്ന് വാങ്ങിച്ച നല്ല മിൽക്ക് ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ, അതും അങ്ങോട്ട് എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അങ്ങനെ ബീഫ് ഞാൻ വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സവാള അങ്ങോട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചെടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ് കേട്ടോ. അതും ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു അരമുറിയുടെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്താ അല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. അങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയപ്പോഴേക്കും ഞാൻ കുറച്ച് മസാലാസൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ അതിൻ്റെ ആ ഒരു മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരുന്നത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അതിങ്ങനെ ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. വെള്ളമെല്ലാം ഇങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.